വചനമൊഴി ഒക്ടോബർ 8. വചനഭാഗം 2 കോരിന്തോസ് 4:7-18, ലൂക്കായുടെ സുവിശേഷം 20:26. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന മലയിലെ പ്രസംഗത്തിന് സമാനമായ കാര്യങ്ങൾ ലൂക്കാ സുവിശേഷകൻ 7-ാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന സമതല പ്രഭാഷണത്തിലാണ് അവതരിപ്പിക്കുന്നത്. സുവിശേഷ ഭാഗ്യങ്ങളും ദുരിതങ്ങളും പറയുന്ന വചനങ്ങളാണ് ഇന്ന് ശ്രവിക്കുന്നത്. ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചിരുന്നു. ഈശോ അരുളി ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോ ശിഷ്യന്മാരെയും സമ്പന്നരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ സംസാരിക്കുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞ് ഈ ഭൂമിയിലെ കാര്യങ്ങളും ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ ദൈവരാജ്യത്തെക്കുറിച്ചുമാണ് ഈശോ പറയുന്നത്. ഇപ്പോൾ വിശപ്പും ദാഹവും പീഡനങ്ങളും സഹിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ ആശ്വാസം ഉണ്ടായിരിക്കുമെന്നും ഈ ലോകത്തിൻ്റെതായ വിധത്തിൽ ഇപ്പോൾ സംതൃപ്തി അടയുന്നവർക്ക് വരാനിരിക്കുന്ന ലോകത്തിൽ ദുരിതങ്ങൾ ഉണ്ടായിരിക്കുമെന്നുമാണ് ഈശോ പറയുന്നത്. സുവിശേഷത്തെ പ്രതി പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ അത് അനുഗ്രഹമായി കാണണമെന്നാണ് തിരുവചന സന്ദേശം. ആദിമസഭയിൽ വിശ്വാസികളായി തീർന്നിരുന്ന ആളുകൾക്ക് പല വിധത്തിലുള്ള പീഡനങ്ങളും സഹനങ്ങളും അനുഭവിക്കേണ്ടി വന്നിരുന്ന പശ്ചാത്തലത്തിലാണ് ലൂക്കാ സുവിശേഷകൻ ഈ തിരുവചനം എഴുതുന്നത്. സുവിശേഷത്തെ പ്രതിയുള്ള സഹനങ്ങളും പീഡനങ്ങളും രക്ഷയുടെ അനുഗ്രഹീത മാർഗങ്ങളായി കാണണമെന്ന് സുവിശേഷകൻ പ്രബോധിപ്പിക്കുന്നു. പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നതും ഞെരുക്കങ്ങൾ അതുല്യമായ നിത്യമഹത്വത്തിന് നമ്മെ തയ്യാറാക്കുന്നു എന്നാണ്. വിശ്വാസി എന്ന പേരിൽ നേരിടേണ്ടി വരുന്ന സഹനങ്ങളെല്ലാം ഈശോ മിശിഹായുടെ മരണത്തിലുള്ള പങ്കാളിത്തമാണെന്നും അവിടുത്തോടുകൂടെയുള്ള ഉത്ഥാനത്തിന് അത് കാരണമാകുമെന്നും സ്ലീഹ പ്രബോധിപ്പിക്കുന്നു. ഈ ലോകത്തിലുള്ള സഹനങ്ങളും ത്യാഗങ്ങളും മിശിഹായിലുള്ള പ്രത്യാശയോടെ കാണുവാനും സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.